പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 4ാം ക്ലാസ് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ എൻവയോൺമെന്റൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഓർഗാനിസംസ് ആൻഡ് ഹാബിറ്റാറ്റ്. The teacher and children came to visit the neighborhood places of the school as part of nature walk. നേച്ചർ വാക്കിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളും ടീച്ചർമാരൊക്കെ കൂടി തൊട്ടടുത്തുള്ള ചില പ്രദേശങ്ങളിൽ പോയി. ആഫ്റ്റർ ദ വിസിറ്റ്, അനു ക്ലാസിഫൈഡ് ദ ഓർഗാനിസം ഇൻ ടു 2 ഗ്രൂപ്പ്സ് ഇൻ ഹെർ ഒബ്സർവേഷൻ ബുക്ക്. വിസിറ്റിന് ശേഷം അനു എന്ത് ചെയ്തു? അവള് 2 കാറ്റഗറി ആയിട്ട് 2 ഗ്രൂപ്പായിട്ട് ഓർഗാനിസംസിനെ തിരിച്ചു. ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. മിസ് ചെയ്ത പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ലിവിങ് ഓൺലി ഇൻ വാട്ടർ എന്ന് എഴുതിയുണ്ട്. ലിവിങ് ഓൺലി ഇൻ ലാൻഡ് ആണ് അല്ലെ. അപ്പൊ ഗ്രാസ് ഹോപ്പറും ഈഗിള് സ്നേക്ക് അല്ലെ. ഗ്രാസ് ഹോപ്പർ, ഈഗിൾ, സ്നേക്ക്. പിന്നെ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ ലിവിങ് ഓൺലി ഇൻ വാട്ടർ. വാട്ടർ അല്ലെ അതൊക്കെയാണ് ലോട്ടസ്, ഫിഷ്, വെള്ളത്തിൽ ജീവിക്കുന്നവ. അതുപോലെ തന്നെ വേറെ എവിടെയാണ്? കരയിൽ ജീവിക്കുന്ന ഗ്രാസ് ഹോപ്പർ, പരുന്ത്, പാമ്പ് ഒക്കെ എഴുതാം. ഇനി വാട്ടറിൽ ജീവിക്കുന്നത് നമ്മൾ താമര, പിന്നെന്താണ്? ഫിഷ് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ചെയിൻ ഓഫ് ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ദ ഓർഗാനിസം യു ഹാവ് ഒബ്സർവ്ഡ്. നിങ്ങൾ ഇതിനെ എന്താണ് ഒരു ഫുഡ് ചെയിൻ ആയിട്ട്, അതായത് അവർ പരസ്പരം ആശ്രയിക്കുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രാസ് ഹോപ്പർ, പിന്നെ ആരുണ്ട്? ഫ്രോഗ് ഉണ്ട്. ഫ്രോഗിന് ആര്? സ്നേക്ക്, ഈഗിള്. ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഫുഡ് ചെയിൻ ആയിട്ട് വേറെ രീതിയിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. റാബിറ്റ്, ഫ്രോഗ്, ഡിയർ, റാറ്റ്. ഇതിൽ ഓഡ് വൺ ഏതാണ്? ഫ്രോഗ് ആണ്. ബാക്കി എല്ലാവരും ലാൻഡിൽ മാത്രമേ ജീവിക്കുള്ളൂ. ഫ്രോഗ് ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ജീവിയാണ് അല്ലെ. ആക്ടിവിറ്റി 2, ടുവേർഡ്സ് ഫ്രീഡം. താഴെ കാണിച്ചിട്ട് ദ ഗിവൺ പിക്ചർ റെപ്രസെന്റ് ആൻ ഇമ്പോർട്ടന്റ് ഇവന്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഫ്രീഡം സ്ട്രഗിൾ. ഐഡന്റിഫൈ ദ ഇവന്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. ഇത് ഏതാണ്? സോൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചുള്ളതാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഉപ്പ് സത്യാഗ്രഹം എന്നായിരുന്നു വർഷമൊക്കെ എഴുതുക. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. വെയർ ഇൻ കേരള ഡിഡ് ദിസ് സ്ട്രഗിൾ ടേക്ക് പ്ലേസ്. ഇത് നടന്നത് എവിടെയാണ്? പയ്യന്നൂർ. കേരളത്തിൽ നടന്നത് എവിടെയാണ്? പയ്യന്നൂരാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ഹു ഇസ് നോൺ ആസ് കേരള ഗാന്ധി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. ആക്ടിവിറ്റി 3, ബേർഡ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്. ഐഡന്റിഫൈ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ബേർഡ്സിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആരാണ്? ഡക്ക് ആണ്. വെബ്ഡ് ഫീറ്റ് ആണ്. ഫ്ലാറ്റ് ബീക്ക് ആണ്. ഫ്ലാറ്റ് ബീക്ക് എന്ന് വെച്ചാൽ എന്താണ്? പരന്ന ചുണ്ടാണ്. കിങ്ഫിഷർ, ഷോർട്ട് ലെഗ്, ചെറിയ കാലുകളാണ്. ഷാർപ്പ്, ലോങ് ബീക്ക് ആണ്. സ്റ്റോക്ക് കൊക്കാണ്. ലോങ് ലെഗ്സ് ആണ്. ലോങ് ഷാർപ്പ് ബീക്ക് ആണ്. ബി ക്വസ്റ്റ്യൻ. വിച്ച് among the given is the adaptation of the eagle. ഈഗിളിന്റെ അഡാപ്റ്റേഷൻ എന്താണ്? ഷാർപ്പ് കർവ്ഡ് ക്ലോസ്. സി ആണ് ഉത്തരം. വിച്ച് വൺ ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ പെടാത്ത ഏതാണെന്നാണ്? വുഡ്പെക്കർ, പാരറ്റ്, മൈന, ടൈലർ ബേർഡ്. ഇതാണ് ടൈലർ ബേർഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തൂക്കണം കുരുവി. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, ഹാബിറ്റാറ്റ് ആണ്. വിൽ ദ ഫില്ലിംഗ് ഓഫ് പാഡി ഫീൽഡ് അഫക്ട് നേച്ചർ? റൈറ്റ് യുവർ ഒപ്പീനിയൻ, എക്സ്പ്ലെയിൻ. പാഡി ഫീൽഡ്, പാടങ്ങളൊക്കെ നികത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേച്ചറിനെ അഫക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അഫക്ട് ചെയ്യും. യെസ്, അഫക്ട് ചെയ്യും. എന്ത് സംഭവിക്കുന്നത്? ലിവിങ് ബീങ്സ് വിൽ ബി ഡിസ്ട്രോയിഡ്. ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യും? നശിക്കും. അഗ്രികൾച്ചർ വിൽ ഡിക്രീസ്. കൃഷി നശിക്കും. അതുപോലെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഡിക്രീസസ്. ജലലഭ്യതയൊക്കെ കുറയും. അപ്പോ പാഡി ഫീൽഡ് നികത്താനായിട്ട് പാടില്ല. ബി ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ ടേബിൾ. ഇവിടെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഫോറസ്റ്റ്, പാഡി ഫീൽഡ്, പോണ്ട്, കാവ്, അക്വേറിയം, ഗ്രാസ് ലാൻഡ്, റിവർ, ഗാർഡൻ, സീ. ഓക്കെ, ഫോറസ്റ്റ്. ഇതില് ഹ്യൂമൻ മെയ്ഡ് ഹാബിറ്റാറ്റ് എന്നാണ് തന്നെയാണ്. അപ്പൊ ഹെഡിങ് എന്താണ്? നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ്. നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വരുന്ന ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, പോണ്ട്, കാവ്. ഹ്യൂമൻ മെയ്ഡിൽ ഏതാണ്? ഗാർഡൻ, പാഡി ഫീൽഡ്, പിന്നെന്താണ്? അക്വേറിയം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്ടിവിറ്റി 4B, എൻവയോൺമെന്റൽ കൺസർവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ എക്കോ ക്ലബ് ഹാസ് ഡിസൈഡ് ടു ഇനിഷ്യേറ്റീവ് ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് സോയിൽ ആൻഡ് വാട്ടർ ആസ് പാർട്ട് എൻവയോൺമെന്റ് ഡേ. സജസ്റ്റ് സം ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദിസ്. നിങ്ങൾ എന്താണ്? എക്കോ ക്ലബ്ബ് എന്ത് ചെയ്യുന്നു? കുറച്ച്
സോയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെ എൻവയോൺമെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. നിങ്ങൾ സം ആക്ടിവിറ്റീസ് അതിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പ്ലാന്റ് ട്രീസ് അല്ലെ, വൃക്ഷങ്ങൾ നട്ടുപിടിക്കുക. പ്ലാന്റ് ട്രീസ് സാപ്ലിങ്സ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക. ക്രിയേഷൻ ഓഫ് ഹെർബൽ ഗാർഡൻസ്, ഔഷധ സസ്യങ്ങൾ തോട്ടം നിർമ്മിക്കുക. കമ്പോസ്റ്റ് മേക്കിംഗ്, കമ്പോസ്റ്റ് നിർമ്മാണം. സയന്റിഫിക് വേസ്റ്റ് മാനേജ്മെന്റ്, എന്താണ് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം. റെഡ്യൂസിങ്, അവോയ്ഡിങ് ഓർ റീയൂസിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ, എന്താണ് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ റീയൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, പുനരുപയോഗിക്കുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ എഴുതുക. നെക്സ്റ്റ്, ഫൈൻഡ് ദ പേഴ്സ് ആൻഡ് കണക്ട് ദം. പേഴ്സ് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വെയിൽ ഓഷ്യനിലാണ്, ബിയർ ഫോറസ്റ്റിലാണ്, ഫ്രോഗ് പോണ്ടിലാണ്, കാക്ടസ് ഡ്രൈ ലാൻഡിലാണ്. ആക്ടിവിറ്റി 5, ഫോറിൻ ഡൊമിനൻസ്. ഐഡന്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഗിവൺ ഹിൻസ്. ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയിട്ട് അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഗാന്ധിജി ഗേവ് ഹിം ദ ടൈറ്റിൽ സർദാർ, നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നും ഗാന്ധിജി സർദാർ എന്ന പേര് നൽകിയതും ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിട്ടുള്ള ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലാണ്. ബി ക്വസ്റ്റ്യൻ, ദ ഫോറിനേഴ്സ് ഹു കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ് വെർ ഈസിലി ഏബിൾ ടു എസ്റ്റാബ്ലിഷ് പവർ ഹിയർ. ഫോറിനേഴ്സ്, വിദേശീയർ ഇവിടെ വന്നിട്ട് എന്താണ് ഇന്ത്യയുടെ പവർ പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്തു. അവരുടെ പവർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? വൈ? ഉണ്ട് അല്ലെ. arrived in India for trade and secured special privilege from native rulers. അവരിവിടെ വ്യാപാരത്തിനായി വരികയും പിന്നെന്താണ് ചെയ്തത്? വ്യാപാരത്തിനായി വന്നിട്ട് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ട് നാട്ടുരാജാക്കന്മാരിൽ നിന്ന്, നേറ്റീവ് റൂളേഴ്സിൽ നിന്ന് പ്രത്യേക അനുമതിയൊക്കെ നേടിയെടുത്തു. പിന്നെ യൂസ്ഡ് മോഡേൺ വാർഫെയർ ആൻഡ് വെപ്പൺസ് ടു ത്രെട്ടൻ ലോക്കൽ ആൻഡ് ഗെയിൻ കൺട്രോൾ ഓവർ ട്രേഡ്. അവര് യുദ്ധതന്ത്രങ്ങളും ആയുധങ്ങളൊക്കെ കാട്ടി നാട്ടുകാരെ ഭയപ്പെടുത്തി നമ്മുടെ ട്രേഡും കച്ചവടവും കൃഷിയും ഒക്കെ പിടിച്ചെടുത്തു തുടങ്ങി. അതുപോലെ നാട്ടുരാജാക്കന്മാരുടെ പരസ്പരമുള്ള ശത്രുത അവർ മുതലെടുത്ത് അവിടെ ആധിപത്യം സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി 5, ഫ്രീഡം ഫൈറ്റേഴ്സ്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി താഴെ പറഞ്ഞിട്ടിരിക്കുന്നതിൽ റിലേറ്റ് ചെയ്തിട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Indian Constitution came into effect on 15th August 1947 and Dr. B.R. Ambedkar played a major role in framing the Indian Constitution. It includes laws related to our rights, duties, government, election, etc. ഇതില് both B and 3 ആണ് correct. 2 and 3 ആണ് correct. Dr. B.R. Ambedkar played a major role in the framing of Indian Constitution. Indian Constitution frame ചെയ്യാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ലോ റിലേറ്റഡ് ടു അവർ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഗവൺമെന്റ് ഇലക്ഷൻ എക്സെട്ര. നമ്മുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ സി ആണ് ഉത്തരം. നെക്സ്റ്റ് ബി, ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ടൈറ്റിൽസ് തന്നിട്ടുണ്ട്. അരുണ ആസ്ഫലി ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൃദ്ധ വയോധിക എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് സുഭാഷ് ചന്ദ്രബോസ്, നേതാജി. സരോജിനി നായിഡു, നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ആരാണ്? ഫ്രോണ്ടിയർ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.